ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞുവെന്ന് മുൻപും നമ്മൾ പലതവണ പറഞ്ഞതാണ്. അക്കാര്യം അടിവരയിടുന്ന ചില കണക്കുകളാണ് 24 ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. കോവിഡിന് ശേഷം രാസലഹരി വ്യാപനത്തിന്റെ തോത് കുത്തനെ കൂടിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിന്റെ കഴിഞ്ഞ 15 വർഷത്തെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ആ കണക്കുകളിലേക്ക്, ആ റിപ്പോർട്ടിലേക്ക് 2011 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കേരള എക്സൈസ് വകുപ്പ് ഔദ്യോഗികമായി നൽകുന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇവിടെ നിരത്തുന്നത്. സിന്തറ്റിക് ലഹരി അടക്കമുള്ള മാരക ലഹരി യുവതലമുറയെ എത്ര വേഗം കാർന്നു തിന്നുവെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷ കാലയളവിൽ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ കണക്ക് 3809 കിലോഗ്രാം. അതേ കാലയളവിൽ 30.40 ഗ്രാം ഹാഷിഷ് മാത്രം. അതിമാരകമായ സിന്തറ്റിക് ലഹരിയായ MDMA ഇക്കാലയളവിൽ 1 ഗ്രാം പോലും പിടികൂടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ 2016 മുതൽ 2021 വരെയുള്ള കാലത്തെ കണക്കെടുത്താൽ 12,291.864 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയപ്പോൾ 1,72,342.66 ഗ്രാം ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. MDMA വലിയ തോതിൽ കടന്നു കയറിയത് ഇക്കാലയളവിലാണ്. 32,798.377 ഗ്രാം, അതും 5 വർഷ കാലയളവിനിടെ പിടികൂടിയ MDMA. ഇനി 2021 മുതൽ 2025 വരെയുള്ള 5 വർഷത്തെ കണക്കിലേക്ക് കടക്കുമ്പോൾ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. ഇക്കാലയളവിലാണ് രാസലഹരിയുടെ കുത്തൊഴുക്ക് സംസ്ഥാനത്തുണ്ടാകുന്നത്. എക്സൈസ് പിടികൂടിയ കഞ്ചാവ് 14,916 കിലോഗ്രാം, ഹാഷിഷ് 62.832 കിലോഗ്രാം. എന്നാൽ MDMA ആകുമ്പോൾ അത് 25 കിലോഗ്രാം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. 15 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിടികൂടിയ കണക്ക് മാത്രമാണിത്. 2016 മുതൽ 2025 വരെയുള്ള 10 വർഷ കാലയളവിൽ 57,855 പ്രതികളുടെ അറസ്റ്റാണ് എക്സൈസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2025 മാർച്ച് മാസം മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ 12,760 ഇതിൽ 13,449 അറസ്റ്റുകളും നടന്നു. 12 കോടി രൂപ വിലമതിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് ഈ കാലയളവിൽ മാത്രം പോലീസ് പിടിച്ചെടുത്തത്. 2021 മെയ് മുതൽ 2025 മെയ് വരെ എക്സൈസ് പിടികൂടിയത് 131,19,40,50,80 രൂപയുടെ MDMA. ഹാഷിഷ് ഓയിലിലേക്ക് എത്തുമ്പോൾ ഇത് 172,34,26,600 രൂപ മൂല്യം വരുന്നു. പിടികൂടിയ കഞ്ചാവിൻ്റെ കണക്ക് 73,75,11,840 രൂപ. സിന്തറ്റിക് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗത്തിൽ രാജ്യത്ത് ആദ്യ സ്ഥാനം പഞ്ചാബിനാണ്. എന്നാൽ ഈ കൊച്ചു കേരളം അതിൻ്റെ 10 മടങ്ങിലേക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കണക്ക്. 2021 മെയ് മാസം മുതൽ 2025 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 131 കോടി രൂപയുടെ മൂല്യം വരുന്ന MDMA പിടികൂടിയിട്ടുണ്ട്. ഇത് MDMAയുടെ മാത്രം കണക്കാണ്. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇതിലും ഏറെയാണ്. അതും എക്സൈസ് മാത്രം പിടിച്ചത്. പോലീസും മറ്റു സേനകളും പിടിച്ച കണക്ക് പരിശോധിച്ചാൽ അത് ഇതിലും കൂടുതലായി വരും. ഇത് തെളിയിക്കുന്നത് ഇന്നാട്ടിലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം രാസലഹരിയുടെ മാഫിയയെ തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന് ശക്തമായ നിയമനിർമ്മാണം കൂടി വേണം. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.